ഹിജാബിന്റെ പേരിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ നിയമ നടപടി ശക്തമാക്കി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ. സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും പോലീസ് നടപടികളിലേക്ക് കടന്നിട്ടില്ല. ഹിജാബ് ധരിച്ചു തന്നെ വിദ്യാർത്ഥിനിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കാൻ ഉന്നതതലത്തിൽ സ്കൂൾ അധികൃതർക്ക് മേൽ സമ്മർദ്ദവുമുണ്ട്. ഹിജാബ് വിവാദം കൃത്യമായ ആസൂത്രണത്തോടെയാണ് എന്നും സ്കൂൾ മാനേജ്മെന്റും PTA ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് നിലവിലെ സംഭവവികാസങ്ങൾ. കഴിഞ്ഞ ദിവസം വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണവും ഇതാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അത് അവരുടെ സ്വതന്ത്രമാണ്. വസ്ത്രത്തിന്റെ കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റുകൾ ഇടപെടാൻ പാടില്ലെന്ന വിചിത്രവാദമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. മത മൗലികവാദികളുടെ ലക്ഷ്യത്തിന് വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും കൂട്ടുനിൽക്കുകയാണ് എന്നാണ് സൂചന. SDPI തൃപ്പൂണിത്തുറ മണ്ഡലം വൈസ് പ്രസിഡന്റാണ് സ്കൂളിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതെന്ന് PTA പ്രസിഡന്റ് ജോഷി പറഞ്ഞു. അവർ സ്കൂളിലെത്തി ആക്രോശിക്കുകയായിരുന്നു. ഇത് കണ്ട് കുട്ടികൾ ശരിക്കും ഭയന്നു. 30 വർഷമായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണിത്. അതിന്റെ വിശ്വസ്തത തകർക്കാനുള്ള ആസൂത്രിത ശ്രമമാണെന്ന് പ്രദേശത്തുള്ള ആർക്കും മനസ്സിലാകും. കൃത്യമായി കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. കുട്ടിയെ സ്കൂളിൽ കയറ്റണമെന്ന് AEOയും DEOയും പറഞ്ഞിരുന്നതായും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നടക്കം വിളിച്ചിട്ടുണ്ടെന്നും അംഗീകാരം റദ്ദാക്കുമെന്ന് പോലും ഭീഷണിപ്പെടുത്തിയെന്നും പൊതുസമൂഹം ഇത് തിരിച്ചറിയണമെന്നും PTA പ്രസിഡന്റ് പറഞ്ഞു. സ്കൂളിൽ ആദ്യമായാണ് ഇത്തരം ഒരു പ്രശ്നമെന്ന് രക്ഷിതാക്കൾ ഒരു പ്രമുഖ മാധ്യമത്തിനോട് പറഞ്ഞു. ഇത്രയും മാസം ഇല്ലാത്ത പ്രശ്നം പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് പ്രത്യേക അജണ്ട മുന്നിൽ വെച്ചായിരിക്കണം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൽ ഒരു സംശയവുമില്ല. നന്നായി പ്രവർത്തിക്കുന്ന സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കാനാണ് ശ്രമമെന്ന് രക്ഷിതാവ് പറഞ്ഞു. സമ്മർദ്ദം പ്രയോഗിച്ച് ഹിജാബ് അടിച്ചേൽപ്പിക്കാനാണ് നീക്കമെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും PTA ഭാരവാഹികൾ വ്യക്തമാക്കി.